കർക്കിടക ചികിത്സ, കർക്കിടക വാവ്, രാമായണ പാരായണം, നാലമ്പല തീർത്ഥാടനം, ആയുർവേദ ചികിത്സകൾ, പിള്ളേരോണം, ശീപോതി ഒരുക്കൽ എന്നിവയാണ് കർക്കിടക മാസത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ചില പാരമ്പര്യങ്ങൾ. മഴക്കാലത്ത് വിഷവിമുക്തമാക്കുന്നതിലും പുനരുജ്ജീവിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ആയുർവേദ ചികിത്സാരീതിയാണ് കർക്കിടക ചികിത്സ. മഴക്കാലത്ത് ശരീരത്തിൽ വിഷവസ്തുക്കൾ അടിഞ്ഞുകൂടുന്ന സമയമായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ കർക്കിടക ചികിത്സ അവയെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ശരീരത്തെ ശുദ്ധീകരിക്കുക, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക, ദോഷങ്ങളുടെ വാത, പിത്ത, കഫ് സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യം. കർക്കിടക ബലി എന്നും പിതൃതർപ്പണം എന്നും അറിയപ്പെടുന്ന കർക്കിടക വാവ് കേരളത്തിലെ ഹിന്ദുക്കൾ കർക്കിടക മാസത്തിലെ അമാവാസി ദിനത്തിൽ നടത്തുന്ന ഒരു ആചാരമാണ്. മരിച്ചുപോയ പൂർവികരെ പ്രീതിപ്പെടുത്തുന്നതിനായി നടത്തുന്ന ഈ ആചാരം പലപ്പോഴും കടൽത്തീരങ്ങളിലും നദീതീരങ്ങളിലും ക്ഷേത്രങ്ങളിലും നടത്തപ്പെടുന്നു. ഈ മാസത്തിൽ മലയാള വീടുകളിൽ തയ്യാറാക്കുന്ന ഒരു പ്രത്യേക കഞ്ഞിയാണ് കർക്കിടകക്കഞ്ഞി. ഔഷധക്കഞ്ഞി എന്നും അറിയപ്പെടുന്ന കർക്കിടകക്കഞ്ഞി ഔഷധസസ്യങ്ങൾ കലർന്ന ഒരു അരിക്കഞ്ഞിയാണ്. ഈ കഞ്ഞിയുടെ ഔഷധഗുണങ്ങൾ രോഗപ്രതിരോധശേഷി ശക്തിപ്പെടുത്തുകയും രോഗങ്ങളെ അകറ്റിനിർത്തുകയും ചെയ്യുന്നു. ഇത് ഒരു പുനരുജ്ജീവന ഭക്ഷണമായി കണക്കാക്കപ്പെടുന്നു. ചിങ്ങമാസത്തിലെ തിരുവോണം പോലെ തന്നെ കർക്കിടക മാസത്തിലെ തിരുവോണ ദിവസം കൊണ്ടാടി വന്നിരുന്ന ഒരു ആഘോഷമാണ് പിള്ളേരോണം. തെക്കൻ കേരളത്തിൽ കർക്കിടക മാസത്തിലാണ് ഇത് ആഘോഷിച്ചിരുന്നത്. പൂക്കളം, ഓണപ്പുടവ് തുടങ്ങിയുള്ള ചിങ്ങമാസത്തിലെ ഓണസംബന്ധിയായി ചടങ്ങുകളൊന്നും തന്നെ പിള്ളേരോണത്തിന് ഉണ്ടാവാറില്ല. എങ്കിലും കർക്കിടക വറുതിയിൽ പോലും ഓണാഘോഷത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള സദ്യ ഈ ആഘോഷത്തിന്റെയും പ്രത്യേകതയാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഓണാഘോഷം എന്ന രീതിയിലാണ് പിള്ളേരോണം എന്ന പേര് അന്വർത്ഥമാവുന്നത്. പണ്ട് തിരുവോണം പോലെ തന്നെ പിള്ളേരോണവും മലയാളികൾക്ക് പ്രധാനപ്പെട്ട ആഘോഷമായിരുന്നു. കേരളത്തിൽ സാധാരണയായി കർക്കിടക മാസത്തിന്റെ അവസാനത്തിൽ ലക്ഷ്മി ദേവിയെ സ്വാഗതം ചെയ്യുന്നതിനും ഐശ്വര്യത്തെ പ്രതീകപ്പെടുത്തുന്നതിനും നടത്തുന്ന ഒരു ആചാരമാണ് ശീപോതി ഒരുക്കൽ. ഈ ആചാരത്തിൽ പലപ്പോഴും നിലവിളക്ക്, ഒരു അളവ് അരി എന്നിവയോടൊപ്പം ശുഭകരമായ വസ്തുക്കൾ സ്ഥാപിക്കുന്നത് ശീപോതി ഉൾപ്പെടുന്നു. ഇത് പലപ്പോഴും തെയ്യം നൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിശേഷ അവസരങ്ങളിൽ രാമായണ പാരായണം നടത്തുന്ന രീതി നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെങ്കിലും 1982 ആത്മീയ നേതാക്കളുടെയും സാംസ്കാരിക വ്യക്തികളുടെയും ഒരു യോഗത്തെ തുടർന്ന് വീടുകളിൽ രാമായണമാസമായി കർക്കിടകം ഔപചാരികമായി ആചരിക്കുന്നത് പ്രചാരം നേടി.